ഞങ്ങൾക്ക് നിലവിൽ വളരെ തുച്ഛമായ വേക്കൻസികളാണുള്ളത്, വിരലിൽ എണ്ണാവുന്നത്. ഞങ്ങൾക്ക് ശരിക്കും ഞങ്ങളൊരു പകുതിയിലധികം പേർക്കും ജോലി കിട്ടേണ്ട സമയം കഴിഞ്ഞു. പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും വാഹനമില്ല. വാഹനങ്ങൾ അത്യന്താപേക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ പോലും വാഹനമില്ല. ആരോഗ്യവകുപ്പിൽ തിരുവനന്തപുരം DMO ഓഫീസിൽ നിങ്ങൾക്ക് പോയാൽ കാണാം. ആ ഓഫീസിൻ്റെ മുമ്പിൽ തന്നെ ഒരു 10ഓളം വാഹനങ്ങൾ കണ്ടം ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. റാങ്ക് ലിസ്റ്റ് വന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ്, റിട്ടേൺ പരീക്ഷ, പ്രാക്ടിക്കൽ ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് വന്നിട്ടും ഞങ്ങൾക്ക് നമ്മളെ റാങ്ക് ലിസ്റ്റുകൾ നോക്കുകുത്തിയായിട്ട് നിൽക്കുകയാണ്. അപ്പം ഈ സാഹചര്യത്തിൽ ഞങ്ങൾ റാങ്ക് ലിസ്റ്റ് ഉണ്ടെങ്കിലും നമുക്ക് കാലാവധി ഇത്രയും ഉണ്ടെങ്കിലും ഫലത്തിൽ ഗുണം ചെയ്യുന്നില്ല. കാര്യം ഞങ്ങൾക്കിപ്പം നിലവിൽ തന്നെ അവിടെ മൃഗസംരക്ഷണ വകുപ്പിൽ 5 വേക്കൻസി ഉണ്ട്, ഇറിഗേഷനിൽ 3 വേക്കൻസി ഉണ്ട്. പക്ഷേ ഞങ്ങൾക്കത് കിട്ടുന്നില്ല. കഴിഞ്ഞ ഗവൺമെൻറ് സർക്കുലറുള്ളതുകൊണ്ട്. നമസ്കാരം. സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഓരോ ദിവസം കൂടുന്തോറും സമരങ്ങളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിലുള്ള യുവാക്കളുടെ PSC പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ നിലവിലിപ്പോൾ ഡ്രൈവർ റാങ്ക് ലിസ്റ്റിൽ വന്നിരിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഉൾപ്പെടെ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഇവർ എത്തിയിരുന്നു പ്രതിഷേധവുമായി. എന്തായാലും ഈ ഒരു UDF സർക്കാരിൻ്റെ കാലഘട്ടത്തിലും അവർ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഡ്രൈവർ പരീക്ഷയിൽ അവർ പരീക്ഷ പാസ്സായി എങ്കിലും അവർക്ക് പോസ്റ്റിംഗ് ഒന്നും തന്നെ ലഭിച്ചില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഉദ്യോഗാർത്ഥികൾ തന്നെ ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുകയാണ്. എവിടെ നിന്നാണ് വരുന്നത്? എൻ്റെ സ്ഥലം കൊല്ലം കടക്കൽ. പേരെന്താണ്? പേര് അജിനേഷ്. ഞാൻ ഇടുക്കി ജില്ലാ റാങ്ക് ഹോൾഡറാണ്. ഡ്രൈവർ കമ്മായ 621/2024. നമുക്കിപ്പം ഈ സമരത്തിൽ ഇറങ്ങേണ്ടി വന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നിയമനങ്ങൾ നടക്കുന്നില്ല. അതായത് സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിൽ ഒഴിവുകൾ ഉണ്ടാഞ്ഞിട്ടും അവിടെ വാഹനമില്ലാത്ത അവസ്ഥയാണ്. എന്നാൽ വാഹനങ്ങളുള്ള സ്ഥലത്ത് സാങ്ഷൻഡ് പോസ്റ്റുമല്ല, അവിടെ താൽക്കാലികക്കാരാണ് ജോലി ചെയ്യുന്നത്. അപ്പം നമ്മൾ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഞങ്ങൾക്ക് നിലവിൽ വളരെ തുച്ഛമായ വേക്കൻസികളാണുള്ളത്, വിരലിൽ എണ്ണാവുന്നത്. ഞങ്ങൾക്ക് ശരിക്കും ഞങ്ങളൊരു പകുതിയിലധികം പേർക്കും ജോലി കിട്ടേണ്ട സമയം കഴിഞ്ഞു. കാര്യം പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും വാഹനമില്ല. വാഹനങ്ങൾ അത്യന്താപേക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ പോലും വാഹനമില്ല. ആരോഗ്യവകുപ്പിൽ തിരുവനന്തപുരം DMO ഓഫീസിൽ നിങ്ങൾക്ക് പോയാൽ കാണാം. ആ ഓഫീസിൻ്റെ മുമ്പിൽ തന്നെ ഒരു 10ഓളം വാഹനങ്ങൾ കണ്ടം ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. അതിനൊരു നടപടിയായിട്ടില്ല. പുതിയ വാഹനങ്ങൾ അനുവദിക്കുന്നില്ല ഗവൺമെൻറ്. കഴിഞ്ഞ ഗവൺമെൻറ് ഇറക്കിയൊരു സർക്കുലറാണ് നമുക്കിന്ന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. നമുക്ക് ആ സർക്കുലർ പ്രകാരം നമ്മളെ നിയമനം നടക്കുന്നില്ല. നിയമന നിരോധനമാണ് നമുക്കിപ്പം നേരിടുന്നത്. ഞങ്ങൾ എല്ലാ ജില്ലക്കാർക്കും ഇതേ പ്രശ്നമാണുള്ളത്. ഡ്രൈവർ തസ്തികയിലാണ് ഏറ്റവും കൂടുതൽ ഈ സമയത്ത് മികച്ച റാങ്കുകൾ മേടിച്ചിട്ടും നമുക്കിന്ന് നിയമനം ലഭിക്കാത്ത അവസ്ഥയാണ്. നമ്മൾ റാങ്ക് ലിസ്റ്റ് എപ്പോഴാണ്? ഏതാ ഞങ്ങളെ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഞങ്ങളെ പുതിയ റാങ്ക് ലിസ്റ്റാണ് വന്നിട്ട് 2 മാസമേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് വേക്കൻസികളുണ്ട്, നിയമനങ്ങൾ നടക്കുന്നില്ല. ഇപ്പോൾ LSTD ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞാൽ LSTD നിയമനങ്ങൾ പുതിയ റാങ്ക് ലിസ്റ്റിന് കിട്ടുന്നില്ല. അതായത് 621/2024 പുതിയ റാങ്ക് ലിസ്റ്റിന് LSTD നിയമനങ്ങൾ കിട്ടുന്നില്ല. ഒഴിവുകൾ ഉണ്ടാഞ്ഞിട്ടും അത് PSCയുടെ സൈറ്റിൽ റിപ്പോർട്ടായി സ്റ്റാറ്റസ് ഓഫ് പോസ്റ്റ് നോക്കുമ്പോൾ അതിൽ നമുക്ക് കാണാം. എന്നിട്ട് കൂടി നമുക്കത് അഡ്വൈസ് അയക്കാൻ കഴിയുന്നില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ സ്പെഷ്യൽ റൂളിൻ്റെ കാര്യമാണ് പറയുന്നത്. പക്ഷേ അവർ PSC ഉദ്ദേശിക്കുന്നത് ഇനി അതിന് പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇറക്കാം. ഞങ്ങളെ റാങ്ക് ലിസ്റ്റ് നിലനിൽക്കെ തന്നെ LSTD ഡ്രൈവറിന് വേണ്ടിയിട്ട് പുതിയൊരു നോട്ടിഫിക്കേഷൻ വിളിക്കാനുള്ള തീരുമാനമാണ് PSCയുടെ ഭാഗത്തുനിന്ന് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. നമ്മൾ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഞങ്ങൾ ഇത്രയും കാലം കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റ് വന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ്, റിട്ടേൺ പരീക്ഷ, പ്രാക്ടിക്കൽ ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് വന്നിട്ടും ഞങ്ങൾക്ക് നമ്മളെ റാങ്ക് ലിസ്റ്റുകൾ നോക്കുകുത്തിയായിട്ട് നിൽക്കുകയാണ്. റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി എപ്പോഴാണ് അവസാനിക്കുന്നത്? ഞങ്ങളെ റാങ്ക് ലിസ്റ്റിന് കാലാവധി അവസാനിക്കുന്ന 3 വർഷത്തെ കാലാവധി ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് എത്ര കാലാവധി ഉണ്ടെങ്കിലും ഉപയോഗമില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കുലർ നിലനിൽക്കുന്നുണ്ട്, പിന്നെ LSTD പുതിയ നോട്ടിഫിക്കേഷൻ വിളിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം ഈ സാഹചര്യത്തിൽ ഞങ്ങൾ റാങ്ക് ലിസ്റ്റ് ഉണ്ടെങ്കിലും നമുക്ക് കാലാവധി ഇത്രയും ഉണ്ടെങ്കിലും ഫലത്തിൽ ഗുണം ചെയ്യുന്നില്ല. കാര്യം ഞങ്ങൾക്കിപ്പം നിലവിൽ തന്നെ അവിടെ മൃഗസംരക്ഷണ വകുപ്പിൽ 5 വേക്കൻസി ഉണ്ട്, ഇറിഗേഷനിൽ 3 വേക്കൻസി ഉണ്ട്. പക്ഷേ ഞങ്ങൾക്കത് കിട്ടുന്നില്ല. കഴിഞ്ഞ ഗവൺമെൻറ് സർക്കുലറുള്ളതുകൊണ്ട്. അതുപോലെ തന്നെ LSTDയിൽ 3 വേക്കൻസി ഇപ്പം PSC സൈറ്റിൽ തന്നെ ഉണ്ട്, എന്നിട്ട് അതും കിട്ടുന്നില്ല. 3 വേക്കൻസി ഉണ്ട്. പിന്നെ ഒരു 3 ആൻറ്റിസിപ്പേറ്ററി വരാനുണ്ട്. ഇപ്പോൾ LSTD നമുക്ക് കിട്ടാതിരിക്കുമ്പം അതൊരു പുതിയ നോട്ടിഫിക്കേഷനിൽ പോകുമ്പം നമുക്ക് ആ വേക്കൻസി ഒന്നും കിട്ടത്തില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നിങ്ങൾ ഏകദേശം എത്ര ഉദ്യോഗാർത്ഥികളുണ്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്? ഞങ്ങൾ ഏകദേശം 80-ന് മുകളിൽ ഉദ്യോഗാർത്ഥികളുണ്ട്. ഞങ്ങൾ ഇടുക്കി ജില്ലാ റാങ്ക് ലിസ്റ്റിലുള്ളത്. വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റിനും ഇതേ അവസ്ഥയാണ് അവർ നേരിടുന്നത്. നിലവിലെ റാങ്ക് ലിസ്റ്റിനും ഇതേ പ്രശ്നമാണ്. ഈ സർക്കുലറും
പിന്നെ പുതിയ നോട്ടിഫിക്കേഷൻ വിളിക്കുന്നുള്ള തീരുമാനങ്ങളും എല്ലാ റാങ്ക് ലിസ്റ്റും ഇനി വരുന്നതും ഇപ്പം നിലവിലുള്ളതും എല്ലാത്തിനും ബാധകമാണിത്. ഈ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം ഒരു നിയമനവും നടന്നില്ലേ? ഞങ്ങളെ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം ഇടുക്കി ജില്ലാ റാങ്ക് ലിസ്റ്റ് 1.5 വർഷത്തിനുള്ളിൽ തന്നെ കട്ടായിപ്പോയി. ശേഷം 1.5 വർഷം റാങ്ക് ലിസ്റ്റ് ഇല്ലായിരുന്നു. ആ 1.5 വർഷത്തെ ഒരു വേക്കൻസി 6 വേക്കൻസി ഇപ്പോൾ കിട്ടി. അത് നമ്മൾ ഒരുപാട് കയറി ഇറങ്ങിയിട്ടാണ് കിട്ടിയത്. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള വേക്കൻസികൾ ഇറിഗേഷനിൽ 3 വേക്കൻസി, സിവിൽ സപ്ലൈസിൽ 1 വേക്കൻസി, പിന്നെ MBDയിൽ വേക്കൻസി, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇറിഗേഷനിൽ 3, മൃഗസംരക്ഷണ വകുപ്പ് 5 വേക്കൻസി. ഇത്തരം വേക്കൻസികളുണ്ട്. പക്ഷേ നമുക്ക് നിയമനങ്ങൾ നടക്കുന്നില്ല. അതാണ് പ്രശ്നം. വേക്കൻസികളുണ്ട്. എന്തായാലും ഇതാണ് ഉദ്യോഗാർത്ഥികളുടെ സാഹചര്യം. 2 മാസമായി ലിസ്റ്റ് പുറത്ത് വന്നിട്ട് എന്നാണ് ഉദ്യോഗാർത്ഥികൾ നമ്മളോട് വ്യക്തമാക്കുന്നത്. ഇതുവരെയും ഒരു നിയമനവും നടന്നിട്ടില്ല എന്നുള്ളതാണ്. അതായത് പ്രത്യേകിച്ചും പല വകുപ്പുകളിലും വേക്കൻസി ഉണ്ട്. അതുകൂടാതെ ഈ ആരോഗ്യ വകുപ്പെല്ലാം പോലെ തന്നെയുള്ള വകുപ്പുകളിൽ അവിടെ വാഹനങ്ങൾ ഇല്ലാത്ത സാഹചര്യം, പക്ഷേ തസ്തികയുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെയാണ് നമ്മുടെ സർക്കാർ സംവിധാനത്തിൻ്റെ പോരായ്മകൾ. ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ടും അവർക്ക് നിലവിലിപ്പോൾ തസ്തികയിൽ പോസ്റ്റ് ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലിപ്പോൾ ഉള്ളത്. അതായത് ചിലയിടങ്ങളിൽ താൽക്കാലികക്കാരെ അടക്കം കുത്തിത്തിരുകിയിരിക്കുന്നു എന്നാണ് നിലവിലിപ്പോൾ ഉദ്യോഗാർത്ഥികൾ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി 3 വർഷമുണ്ട് ഈ ലിസ്റ്റിൻ്റെ കാലാവധി. അതുകൊണ്ട് കാര്യമില്ല എന്നാണ് അവർ നമ്മളോട് വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.